സനായെ തക്കൈച്ചി ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകം മുഴുവൻ വലിയ ആഘോഷത്തോടെ കൊണ്ടാടിയ വാർത്തയാണ്. ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആഘോഷിക്കേണ്ട വാർത്തയുമാണ്. എന്നാൽ ഈ വാഴ്ത്തലുകൾക്കപ്പുറം സനായെ തക്കൈച്ചിയുടെ നിലപാടുകളിലും നയങ്ങളിലും ചില അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അവരുടെ മുൻ നിലപാടുകളും ചില പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത്. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുകയും വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന നയങ്ങളാണ് സനായെ തക്കൈച്ചി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2025 ഒക്ടോബർ 21 സനായെ തക്കൈച്ചി ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത്. ലോവർ ഹൗസിൽ 237 വോട്ടുകളും അപ്പർ ഹൗസിൽ 125 വോട്ടുകളും നേടിയാണ് തക്കൈച്ചി ജപ്പാന്റെ 104ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. 5 വർഷത്തിനിടയിൽ ജപ്പാനിൽ അധികാരത്തിലെത്തുന്ന 4ാമത്തെ പ്രധാനമന്ത്രിയുമാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ തക്കൈച്ചി. ഉൾപാർട്ടി തർക്കങ്ങളായിരുന്നു 5 വർഷത്തിനിടയിൽ നിരവധി നേതാക്കളെ പരീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ജപ്പാനെ എത്തിച്ചത്. ജപ്പാന്റെ ഉരുക്കുവനിതയെന്നാണ് തക്കൈച്ചി സ്വയം വിശേഷിപ്പിക്കുന്നത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറെ തന്റെ പിൻഗാമിയായി കാണുകയും ചെയ്യുന്നുണ്ട് തക്കൈച്ചി. ജപ്പാന്റെ യുദ്ധ പാരമ്പര്യത്തിലും ദേശീയതയിലും അഭിമാനം കൊള്ളുന്ന വ്യക്തി കൂടിയാണ് അവർ. 2ാം ലോക യുദ്ധകാലത്തെ യുദ്ധ കുറ്റവാളികൾക്ക് ആദരമർപ്പിക്കുന്ന യാസുകുനി ഷിൻഡോ ക്ഷേത്രത്തിൽ സ്ഥിര സന്ദർശകയാണ് തക്കൈച്ചി. കുപ്രസിദ്ധമായ നാർജിങ് കൂട്ടക്കൊലയും യുദ്ധ തടവുകാർക്കും സിവിലിയന്മാർക്കുമെതിരെ ജാപ്പനീസ് സാമ്രാജ്യത്വ സൈന്യം നടത്തിയ ക്രൂരതകളെ ന്യായീകരിക്കാനും മടി കാണിക്കാത്ത വ്യക്തി കൂടിയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. ചൈനയെ നേരിടാൻ സൈന്യത്തെ സജ്ജരാക്കുക എന്നതാണ് തക്കൈച്ചിയുടെ ലക്ഷ്യം. ഇത് മേഖലയിൽ സംഘർഷത്തിന് കാരണമാകുമെന്നും വിമർശനങ്ങളുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ യുഎസിന്റെ പിന്തുണ തങ്ങൾക്ക് ഉണ്ടാകുമെന്നും തക്കൈച്ചി പ്രതീക്ഷിക്കുന്നു. യാസുകുനി ഷിൻഡോ ക്ഷേത്രത്തിൽ തക്കൈച്ചി സന്ദർശനം നടത്തുന്നത് സംബന്ധിച്ചും ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്കും വിമർശനങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആദരിക്കപ്പെടുന്നവർ ദശലക്ഷക്കണക്കിന് ചൈനീസ് പൗരന്മാരെ കൂട്ടക്കൊല നടത്തിയ യുദ്ധ കുറ്റവാളികളാണ് എന്നതാണ് അവരുടെ വാദം. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ ശിഷ്യയാണ് തക്കൈച്ചി. അതിനാൽ തന്നെ ജപ്പാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്ന് ആബെയെ പോലെ തന്നെ തക്കൈച്ചിയും പറയുന്നു. ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 9 പരിഷ്കരിക്കുമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ പ്രകാരം ജപ്പാനൊരു സ്ഥിരം സൈനിക സംവിധാനം ഉണ്ടാകരുതെന്നും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാൻ സൈനികവും ബലം പ്രയോഗിച്ചുള്ളതുമായ നടപടികൾ ഉണ്ടാകരുതെന്നും പറയുന്നു. നോവാർ ആർട്ടിക്കിൾ എന്ന പേരിലാണ് ഈ അനുച്ഛേദം അറിയപ്പെടുന്നത്. 2ാം ലോക യുദ്ധത്തിൽ ജപ്പാന്റെ കുറ്റകരമായ പങ്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ അനുച്ഛേദം ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ഇത് പരിഷ്കരിക്കണമെന്നാണ് ഇപ്പോൾ തക്കൈച്ചി പറയുന്നത്. പഴയ ജാപ്പനീസ് സാമ്രാജ്യത്വ സൈന്യത്തെ പുനഃസ്ഥാപിക്കണമെന്നും തക്കൈച്ചി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി തക്കൈച്ചിയുടെ സാമ്പത്തിക നയങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മറ്റേതൊരു തീവ്ര വലതുപക്ഷ നേതാവിന്റെയും നയങ്ങൾ പോലെ പൂർണ്ണമായും തൊഴിലാളി വിരുദ്ധവും മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. ജോലിയും ജീവിതവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന വർക്ക് ലൈഫ് ബാലൻസ് എന്ന ടേം തന്നെ താൻ ഉപേക്ഷിക്കുമെന്നാണ് തക്കൈച്ചി പറയുന്നത്. പകരം ജോലി 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 എന്നത് മാത്രമായിരിക്കും തന്റെ മുദ്രാവാക്യമെന്നും അവർ പറയുന്നു. അതിനാൽ തന്നെ തക്കൈച്ചി അധികാരത്തിലെത്തിയതോടെ ജപ്പാനിലെ തൊഴിലാളികൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. അമിതമായ ജോലിഭാരം കാരണമുള്ള മരണങ്ങളെ കരോഷി സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്. തക്കൈച്ചിയുടെ വരവോടെ ജപ്പാനിൽ ഇത് വർദ്ധിക്കുമെന്നും ആശങ്കയുണ്ട്. ജോലി ചെയ്യുന്ന യുവാക്കൾക്കിടയിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ നിലവിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ജപ്പാനിലാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സമയമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. സാധാരണ രീതിയിൽ ആഴ്ചയിൽ 40 മണിക്കൂർ തൊഴിൽ സമയത്തിന് പകരം 55 മണിക്കൂർ വരെ തൊഴിലെടുക്കുന്നവരിലാണ് കരോഷി സിൻഡ്രോം കാണപ്പെടുന്നത്. ഇത്തരക്കാരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത 13%, സ്ട്രോക്ക് വരാനുള്ള സാധ്യത 33% അധികമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് രീതിയിലേക്ക് രാജ്യത്തിന്റെ ആകെ തൊഴിൽ കൾച്ചറിനെ മാറ്റുമെന്ന തക്കൈച്ചിയുടെ പ്രഖ്യാപനം രാജ്യത്തെ തൊഴിലാളികളെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിമർശിക്കുന്ന മാധ്യമങ്ങളോടുള്ള തക്കൈച്ചിയുടെ സമീപനവും ഏകാധിപത്യ രീതിയിലുള്ളതാണ്. നേരത്തെ അവർ ആഭ്യന്തരമന്ത്രിയായിരിക്കെ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അന്നത് വലിയ വിവാദമാവുകയും പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ഇതിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ വിമർശനാത്മകമായി സമീപിക്കുക എന്നത് മാധ്യമങ്ങളുടെ കടമയാണെന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ പ്രധാനമന്ത്രി ആയതോടുകൂടി തക്കൈച്ചി തന്റെ ഈ മുൻനിലപാടുകൾ നടപ്പാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.